പാത പിന്തുടർന്ന് കറുത്ത വർഗ്ഗക്കാരായ മതനേതാക്കളുടെ പാദങ്ങൾ കഴുകി വെളുത്ത വർഗ്ഗക്കാർ. വംശവെറിയനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കാൽമുട്ടിനടിയിൽ കിടന്ന് ശ്വാസം മുട്ടി മരിച്ച ജോർജ് ഫ്ലോയിഡിന്റെ മരണത്തെ തുടർന്ന് അമേരിക്ക കണ്ടത് സമീപകാല ചരിത്രത്തിലെ ഏറ്റവും അക്രമാസക്തമായ ലഹളയായിരുന്നു. അക്രമങ്ങൾ കളനിറഞ്ഞു നിന്നപ്പോൾ ഒരിക്കലും ഉണ്ടാകാത്തതുപോലെ വൈറ്റ് ഹൗസിനകത്തും പ്രതിഷേധക്കാർ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുകയുണ്ടായി. അമേരിക്കൻ അധികാരത്തെ അക്ഷരാർത്ഥത്തിൽ തന്നെ ഞെട്ടിച്ച പ്രതിഷേധ പരമ്പരകൾക്കൊടുവിൽ വ്യത്യസ്തമാവുകയാണ് മറ്റൊരു പ്രതിഷേധം. തൻ്റെ അനുയായികളുടെ പാദം കഴുകിയ യേശുക്രിസ്തുവിൻ്റെ കർമ്മത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ കറുത്ത വർഗ്ഗക്കാരായ ആത്മീയ നേതാക്കളുടെ പാദങ്ങൾ കഴുകുവാൻ പോലീസുകാരുൾപ്പെടെ നിരവധി വെള്ളക്കാരാണ് ഇന്നലെ ഒത്തുകൂടിയത്. വേനലിലെ കടുത്ത ചൂടിനെയും അവഗണിച്ച് കാരിയിൽ നടന്ന യൂണിറ്റി മാർച്ചിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. ജോർജ് ഫ്ലോയിഡിന്റെ മരണത്തെ അപലപിച്ച അവർ വംശീയ വെറി നിർത്തണമെന്നും ആവശ്യപ്പെട്ടു. ലീഗസി ചർച്ച് സെൻട്രലിലെ അംഗങ്ങളാണ് അവരുടെ കോ പാസ്റ്റർമാരായ ഫെയ്ത്ത് വോക്കോമ, അവരുടെ ഭർത്താവ് സോബോമ എന്നിവരുടെ നേതൃത്വത്തിൽ യൂണിറ്റി പ്രയർ വാക്ക് എന്ന പരിപാടി സംഘടിപ്പിച്ചത്. നിരവധി ആളുകൾ അവിടെ എത്തി 8 മിനിറ്റ് 46 സെക്കൻഡ് നീണ്ടുനിന്ന നിശബ്ദ പ്രാർത്ഥന നടത്തുകയും ചെയ്തു. ഇത്രയും സമയമായിരുന്നു ജോർജ് പോലീസ് ഉദ്യോഗസ്ഥന്റെ കാലിനടിയിൽ ശ്വാസം മുട്ടി പിടഞ്ഞത്. ഈ പരിപാടിയുടെ ഭാഗമായിട്ടായിരുന്നു പാദങ്ങൾ കഴുകുന്ന കർമ്മവും സംഘടിപ്പിച്ചത്. ഇതിൽ 3 വെള്ളക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരും മറ്റ് 3 വെള്ളക്കാരായ വിശ്വാസികളും കറുത്ത വർഗ്ഗക്കാരായ പാസ്റ്റർ ഫെയ്ത്ത് സൊബോമ എന്നിവരുടെ പാദങ്ങൾ കഴുകി. ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വളരെ പെട്ടെന്ന് തന്നെ വൈറലാവുകയും ചെയ്തു. പുതിയ നിയമങ്ങൾ ഇങ്ങനെ: ഇംഗ്ലണ്ടിലെ ഹോസ്പിറ്റലുകളിലെ എല്ലാ ജീവനക്കാരും ഈ വരുന്ന ജൂൺ 15 മുതൽ സർജിക്കൽ മാസ്ക് ധരിക്കണമെന്ന നിയമം നിലവിൽ വരുന്നു. അതേസമയം ആശുപത്രി സന്ദർശകരും ഔട്ട് പേഷ്യന്റ്മാരും ഏതെങ്കിലും മാസ്ക് ധരിച്ചാൽ മതിയാകുമെന്നാണ് നിർദ്ദേശം. കൊറോണയെ പ്രതിരോധിക്കുന്നതിനുള്ള പുതിയ നീക്കത്തിന്റെ ഭാഗമായി നഴ്സുമാരും കെയർമാരും പോർട്ടർമാരും അടക്കമുള്ള എല്ലാ NHS ജീവനക്കാരും സർജിക്കൽ മാസ്കുകൾ ധരിക്കേണ്ടി വരും. ജൂൺ 5-നാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. എന്നാൽ രാജ്യത്ത് കൊറോണ മൂർധന്യാവസ്ഥയിലെത്തിയ അവസരത്തിൽ ഇത്തരത്തിൽ മാസ്ക് നിർബന്ധമാക്കാതിരുന്നത് എന്ത് കൊണ്ടാണെന്ന ഗൗരവമാർന്ന ചോദ്യം ഹെൽത്ത് ലീഡർമാർ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഹോസ്പിറ്റലുകൾക്ക് പുറമെ മറ്റ് സെറ്റിംഗ്സുകളിലും ഭാവിയിൽ മാസ്ക് നിർബന്ധമാക്കുമോ എന്ന ചോദ്യവും ഈ അവസരത്തിൽ ഉയരുന്നുണ്ട്. കൊറോണ മൂർധന്യത്തിലെത്തിയ വേളയിൽ വേണ്ടത്ര പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് കിട്ടാത്തതിനാൽ NHS 1 പരാജയമാണെന്ന വിമർശനം ശക്തമായിരുന്നു. എന്നാൽ ഇപ്പോൾ ആവശ്യത്തിന് മാസ്കുകൾ ലഭ്യമാക്കുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസമുണ്ടെന്നും അധിക സ്റ്റോക്ക് ഉറപ്പ് വരുത്തുന്നതിനായുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നുവെന്നും ഗവൺമെന്റ് പറയുന്നു. മാസ്കുകളുടെ സ്റ്റോക്ക് ഉറപ്പാക്കുന്നതിനും മറ്റുമുള്ള കൂടുതൽ മാർഗനിർദ്ദേശങ്ങൾ അടുത്ത ആഴ്ച പ്രസിദ്ധീകരിക്കുമെന്നാണ് റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ പുനരവലോകനം ചെയ്തു വരുന്നുവെന്നാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് വെളിപ്പെടുത്തുന്നത്. ഹോസ്പിറ്റലുകളിലെത്തുന്ന പൊതുജനം മുഖാവരണം ധരിക്കണമെന്ന് നിഷ്കർഷിക്കുന്നുണ്ടെങ്കിലും അതില്ലാത്തതിന്റെ പേരിൽ ആർക്കും കെയർ നിഷേധിക്കില്ലെന്നും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് വ്യക്തമാക്കുന്നു. ബൾഗേറിയൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി അടുക്കുന്നു. ഈ വർഷത്തെ കൊറോണ വ്യാപനം മെഡിക്കൽ അഡ്മിഷനെ ബാധിക്കാതിരിക്കാൻ മുന്നൊരുക്കങ്ങളുമായി ബൾഗേറിയൻ യൂണിവേഴ്സിറ്റികളും വിസ്റ്റമിടും. ഒക്ടോബറിൽ തുടങ്ങുന്ന പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷനിലേക്കുള്ള എൻട്രൻസ് എക്സാമുകൾ ലണ്ടനിലും ഡബ്ലിനിലുമായാണ് വിസ്റ്റാമെഡ് സംഘടിപ്പിക്കുക. എന്നാൽ ഇത്തവണ അത് ഓൺലൈൻ വഴി കുട്ടികളുടെ വീടുകളിലിരുന്ന് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളാകും എൻട്രൻസ് പരീക്ഷകൾ നടക്കുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകൾ എടുത്തു കഴിഞ്ഞതായി വിസ്റ്റാമെഡ് ഡയറക്ടർ ഡോക്ടർ ജോഷി ജോസ് അറിയിച്ചു. സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം തയ്യാറായി കഴിഞ്ഞു. ഇത്തവണ ആകർഷകമായ പാക്കേജുമായാണ് വിസ്റ്റാമെഡ് കുട്ടികളുടെ അരികിൽ എത്തുക. ഇന്നലെ ബ്രിട്ടനിലാകെ റെക്കോർഡ് ചെയ്തത് വെറും 77 മരണങ്ങൾ മാത്രം. ഇന്നലത്തെ കൊറോണ മരണങ്ങൾ ബ്രിട്ടനിൽ വെറും 77-ൽ ഒതുങ്ങിയെന്നാണ് റിപ്പോർട്ട്. സ്കോട്ട്ലൻഡിലും നോർത്തേൺ അയർലൻഡിലും ഇന്നലെ ആരും കൊറോണ പിടിച്ച് മരിച്ചില്ല. കൊറോണ പേടിയിൽ നിന്ന് മുക്തമായി സൗത്ത് വെസ്റ്റ് സാധാരണ നിലയിലേക്ക് പോകാൻ തുടങ്ങിയെങ്കിലും ലണ്ടൻ ഇപ്പോഴും ലോക്ക്ഡൌൺ അലസതയിൽ തന്നെയാണെന്നാണ് റിപ്പോർട്ട്. ഇന്നലത്തെ മരണത്തോടെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം രാജ്യത്തെ മൊത്തം കൊറോണ മരണങ്ങൾ 40,542 കുതിച്ചുയർന്നിരിക്കുന്നത്. നായയെ പിന്തുടർന്നോടിയ ബ്രിട്ടീഷ് യുവാവ് വീണത് 13 അടി താഴ്ചയുള്ള കിണറ്റിലേക്ക്. നായയെ പിന്തുടർന്ന് പോയ യുവാവ് അബദ്ധത്തിൽ കിണറ്റിൽ വീണു. ബ്രിട്ടീഷ് യുവാവിന് ഒടുവിൽ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഇന്തോനേഷ്യയിലെ ബാലിയിലാണ് ഈ സംഭവം. കിണറ്റിൽ വീണപ്പോൾ കാലൊടിയുകയും ആരോടും സഹായം അപേക്ഷിക്കാൻ പോലും സാധിക്കാത്ത 6 ദിവസമാണ് ജേക്കബ് റോബർട്ട്സ് എന്ന 29-കാരൻ കിണറ്റിൽ കഴിഞ്ഞത്. 13 അടി താഴ്ചയുള്ള കിണറ്റിലേക്കാണ് റോബർട്ട്സ് വീണത്. മണ്ണും ചെളിയും നിറഞ്ഞ കുഴിയായിരുന്നു അത്. ദിവസങ്ങളോളം സഹായത്തിനായി അലറി വിളിച്ചുവെങ്കിലും ആരും തന്നെ അത് കേട്ടില്ല. ആൾതാമസമില്ലാത്ത പ്രദേശവും ഗ്രാമം വളരെ അകലെയുമായിരുന്നു. എങ്കിലും
വിശ്വസിക്കാൻ സാധിക്കാത്ത വിധം 6 ദിവസത്തോളം ആഹാരമില്ലാതെ അതിനകത്തായിരുന്നു. ഒടുവിൽ പശുക്കൾക്കായി പുല്ല് ശേഖരിക്കാൻ എത്തിയ ഒരു കൃഷിക്കാരനാണ് റോബർട്ട്സിന്റെ ശബ്ദം കേട്ടത്. ഉടൻ തന്നെ ആ കൃഷിക്കാരൻ അടുത്തുള്ള നാട്ടുകാരെയും മറ്റും വിവരം അറിയിക്കുകയും റോബർട്ട്സിനെ രക്ഷിക്കുകയും ചെയ്തു. രക്ഷാപ്രവർത്തകർ എത്തിയപ്പോൾ കിണറ്റിൽ നിന്നും കയറാൻ പോലും കഴിയാത്ത വിധം അവശനായിരുന്നു റോബർട്ട്സ്. ഒടുവിൽ കോവണിയും സ്ട്രക്ചറും ഉപയോഗിച്ചാണ് യുവാവിനെ രക്ഷപ്പെടുത്തിയത്. ബ്രിട്ടീഷ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.